ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വി എഫ് ഐക്ക് അധികം സമയമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വിക്കായിട്ട് എങ്ങനെ ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ വി എഫ് ഐക്ക് വേണ്ടി ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതെടുക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്നെ മെയിൻ ലിസ്റ്റുകളിൽ എത്താൻ സഹായിച്ചവയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ ഏത് ടോപ്പിക്കാണോ വായിക്കാൻ എടുക്കുന്നത് ആ വായിച്ച പ്രധാന ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പേജ് നമ്പർ അപ്പോൾ നമ്മൾ ഏതിൽ നിന്നാണോ നമ്മൾ വായിച്ചിട്ട് നമ്മൾ നോട്ട്സ് തയ്യാറാക്കുന്നത് ആ വായിക്കാൻ ഉപയോഗിച്ച സോഴ്സ് റാങ്ക് ഫയൽ ആണെങ്കിലോ SCERT ആണെങ്കിലോ അതിൻ്റെ പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക നമ്മുടെ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതുന്ന നോട്ട് ബുക്കിൽ. അതായത് വായിച്ച പ്രധാന ഭാഗങ്ങൾ മാത്രം എഴുതിയിട്ട് ഇത് എവിടെ നിന്നാണോ കിട്ടുന്നത് അതിൻ്റെ ചെറുതായിട്ട് ഒന്ന് ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ട് ആ നമ്മൾ വായിച്ച സോഴ്സ് അതിൻ്റെ പേജ് നമ്പർ ഒന്ന് ഇട്ടേക്കുക. അത് നമുക്ക് പിന്നീട് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കാനായിട്ട് സഹായിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ വായിക്കുന്നത് അതിൻ്റെ ഒരു പേജ് നമ്പർ നമ്മൾ അതിൽ ഷോർട്ട് നോട്ട്സ് എഴുതി പേജ് നമ്പർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കി നോട്ട്സുകൾ എഴുതിയിട്ട് പേജ് നമ്പറിന് മുകളിലായിട്ട് ഒട്ടിക്കുന്നത് നല്ലതാണ്. നമ്മൾ നോട്ട്സ് എഴുതുന്നതിൻ്റെ ബുക്കിൻ്റെ മുകളിൽ, അതായത് നമുക്കിപ്പോൾ ഇയർ ആണെങ്കിലോ അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എന്ത് കാര്യമാണോ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് പഠിക്കാനായിട്ട്, ഇപ്പോൾ ഏതെങ്കിലും കലാപമാണെങ്കിൽ നമ്മൾ കലാപങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ നമ്മൾ എഴുതുന്ന നോട്ടിൻ്റെ ഏറ്റവും മുകളിൽ സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് നമ്മൾ ഒന്ന് മെൻഷൻ, അതായത് നമുക്ക് എടുത്തറിയാൻ പെട്ടെന്ന് ഈ ചെറിയ ഇത് കിട്ടുമല്ലോ ഈ ചാർട്ടിൻ്റെ അപ്പോൾ അതൊന്ന് എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചാൽ അത് നമുക്ക് ഏറ്റവും വലിയ പ്രയോജനമായിരിക്കും. സ്റ്റിക്കി നോട്ട്സ് തയ്യാറാക്കി ഇതിന് മുകളിൽ ഒട്ടിച്ച് വെച്ച്, അതായത് നമ്മൾ എഴുതുന്ന പേജിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് പഠിക്കാൻ പാടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കീവേഡ്സുകൾ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ, കീവേഡ്സുകൾ. അപ്പം അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള കീവേഡ്സുകൾ നമുക്കറിയാം. നമുക്ക് ചില കോഡുകളുണ്ട്, പിന്നെ അല്ലാതെ വേറെ കാര്യങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന, നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്കിൻ്റെ ഒരു ആദ്യം തന്നെ നമ്മൾ ആ കീവേഡ്സ് മെൻഷൻ ചെയ്ത് വെച്ചേക്കുക. നമ്മളൊന്ന് വലിയ ഒരു മാർക്കർ വെച്ച് എന്തെങ്കിലും നമ്മൾ കീവേഡ്സോ നമുക്ക് കോഡുകളോ നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഒരുപാട് എഫർട്ട് എടുത്തേക്കേണ്ടി വരത്തില്ല. ഇനി അധികം നോട്ട്സ് തയ്യാറാക്കാനായിട്ട് സമയവും ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ് മാപ്പുകളോ ഫ്ലോ ചാർട്ടുകളോ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ, മൈൻഡ് മാപ്പുകൾ. അതായത് നമ്മൾ മൈൻഡ് മാപ്പുകളോ ഫ്ലോ ചാർട്ടുകളോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വൃക്ഷം വരച്ചിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുമല്ലോ, നമ്മൾ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഓരോ ശാഖയിൽ ഇങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നവോത്ഥാന നായകരുടെ ആണെങ്കിൽ അവരുടെ തന്നെ ഒരു പിന്നെ പേരുകളും അവരുടെ ജനനം, മരണം, അതേപോലെ തന്നെ അവരുടെ ബുക്കുകൾ, ഇതൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓരോ ഇപ്പോൾ ഇലകൾ അവരുടെ നമ്മളൊരു മരം വരച്ചിട്ട് അതിൻ്റെ ഇലകളിലോ അല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, അപ്പോൾ അങ്ങനെ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്കത് എഴുതി വെക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു പടം വരയ്ക്കുക. പടം വരച്ചിട്ട് ആ പടത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആ പടത്തിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ മരമാണെങ്കിൽ ആ മരത്തിൽ തന്നെ നമുക്കിഷ്ടമുള്ള, ഇപ്പോൾ നവോത്ഥാന നായകരാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോരോ അവരുടെ ജനനം, മരണം, അവരുടെ പുസ്തകങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മൈൻഡ് മാപ്സുകൾ, ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം നമ്മൾ ലാസ്റ്റ് സമയത്ത് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേഗം അത് വളരെയധികം ഉപകാരപ്രദമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഷോർട്ട് നോട്ട്സുകൾ എഴുതാതെ പോയിന്റുകൾ, അതായത് നമ്മളൊന്ന് സ്റ്റാർ ചെയ്തിട്ട് അങ്ങനെ പോയിന്റുകളാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അല്ലാതെ നമുക്കിനി ഒരുപാട് വാരി വലിച്ചെഴുതാനായിട്ട് സമയമില്ല. അപ്പോൾ നമ്മൾ അത് പോയിന്റുകളാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പേജ് നമ്പർ ഇട്ടേച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. സ്റ്റിക്കി നോട്ട്സ് തയ്യാറാക്കുക. കീവേഡ്സ് അതേപോലെ മൈൻഡ് മാപ്സ് പോയിന്റുകൾ ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരുപാട് നോട്ട്സ് എഴുതാതെ തന്നെ നമുക്ക് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എൻ്റെ മാത്രം ഇതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ